നഴ്സുമാരുടെ സമരം അന്യായമെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ. പെട്ടെന്നൊരു സമരമുണ്ടാവുമ്പോൾ അത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളെ പ്രതിസന്ധിയിലാക്കുമെന്നും ഇത്തരത്തിൽ സമരം മുന്നോട്ട് പോവുകയാണെങ്കിൽ പുതിയ ജീവനക്കാരെ നിയമിക്കുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. നഴ്സുമാരുടെ സമരം അന്യായമാണ്. അതുപോലെ തന്നെ 14 ദിവസം മുൻപ് തന്നെ ഒരു നോട്ടീസ് അയച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സമരമായി മുന്നോട്ട് പോവേണ്ടത് എന്നൊക്കെയാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ അവർ മാധ്യമങ്ങളോട് പറയുന്നത്. എന്താണ് ഇതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്? നമ്മോടൊപ്പം ചേരുന്നത് ഷോബി ജോസഫാണ്. അതായത് യു എൻ എയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. എന്താണ് നിങ്ങൾ UN അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഇതിനുള്ളൊരു നിലപാട്? ഇതില് UN എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ സമരം അല്ലെങ്കിൽ ഈ ഒരു സമരം തുടങ്ങിയിട്ട് പോലും ഏകദേശം 3 വർഷത്തോളമായിട്ട് ആയി എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ പരിഷ്കരിക്കേണ്ട അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ പരിഷ്കരിക്കേണ്ട, ഏറ്റവും മാക്സിമം പോയാൽ 5 വർഷത്തിനുള്ളിൽ പരിഷ്കരിക്കേണ്ട ഒരു മിനിമം വേതനം ഈ ഒരു മേഖലയിൽ ഇതുവരെ പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. ഏകദേശം 8 വർഷത്തോളമായി. 2018 ശേഷം ഇതുവരെ അത് പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു ആവശ്യമായി കഴിഞ്ഞ 3 വർഷമായിട്ട് UN നിരന്തരമായ സമരങ്ങളും പ്രതിഷേധങ്ങളും ഈ മേഖലയിൽ നടത്തി വരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 2026 ഫെബ്രുവരി 6-ാം തീയതി എല്ലാ ഹോസ്പിറ്റലുകൾക്കും നമ്മൾ നോട്ടീസ് കൊടുത്തതാണ്. ഈ പറഞ്ഞ 21-ാം തീയതി ഞങ്ങളുടെ പരിപാടിയുണ്ട്. അതുവരെ 1/3 സ്റ്റാഫുകളെ കൊടുത്തുകൊണ്ട് അന്ന് പ്രതിഷേധം നടത്തുമെന്നും അതിനുശേഷം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിലും അതിനുശേഷം പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നതും ഇതെല്ലാം തുടർ സമരങ്ങളുടെ ഭാഗമായി ഇതിന്റെ എല്ലാം അറിയിപ്പുകൾ എല്ലാ മാനേജ്മെന്റുകൾക്കും കൊടുത്തിട്ടുള്ളതാണ്. അതുമായിട്ടാണ് അവർ കഴിഞ്ഞ ദിവസം കോടതിയിൽ പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എസ്മ പ്രയോഗിക്കണമൊക്കെ എന്ന് പറഞ്ഞ് കോടതിയിൽ പോയിട്ട് കോടതിയുടെ ഇന്നലെ വിധി വന്നിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവര് പറയുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണ്. ഇന്നലെ കണ്ടു എസ്മ പ്രയോഗിക്കണമെന്ന് കോടതി പറഞ്ഞു എന്ന് പോലും പറഞ്ഞുള്ള പച്ചക്കള്ളങ്ങൾ ഉണ്ടാക്കി സമരത്തിലുള്ളവരെയോ അല്ലെങ്കിൽ സമരത്തിലിരിക്കുന്നവരെയോ സമ്മർദ്ദത്തിലാക്കുവാനുള്ള ഒരു തന്ത്രം മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവര് പറയുന്ന അന്യായമാണ് എന്ന് പറയുന്ന ഒരു സംഭവം അടിസ്ഥാനപരമായി ഇന്ന് കേരളത്തിൽ ജീവിക്കുകയും വേണ്ട ഒരു അടിസ്ഥാന ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് നഴ്സുമാർ സമരം ചെയ്യുന്നത്. 10 വർഷം മുമ്പ് നിങ്ങൾക്കറിയാം, ഒരു 10 വർഷത്തിന് മുമ്പ് ഒരു നഴ്സുമാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. തീർച്ചയായും 2000 അല്ലെങ്കിൽ 1000 1500 മേടിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ്. അവർക്ക് ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ശമ്പളമായി ഒരു 40,000 രൂപ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് 10 വർഷം മുമ്പ് 2016 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിട്ടുള്ളതാണ്. അതിനുശേഷം സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പഠിച്ച് പറഞ്ഞതാണ്. ഇതൊന്നും അംഗീകരിക്കാതെ ഇതൊന്നും നടപ്പിലാക്കാതെ പോകുന്ന സാഹചര്യത്തിൽ ഇന്നും 10,000 മുതൽ 12,000 രൂപ മുതലൊക്കെ മേടിക്കുന്ന നഴ്സുമാരുണ്ട് കേരളത്തിൽ. അപ്പൊ അവരുടെയൊക്കെ ശമ്പളം അടിസ്ഥാനപരമായി 30-ന് മുകളിലോട്ട് കൊണ്ടുവരിക. ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇവർ പറയുന്ന 40,000 രൂപയ്ക്ക് ഇന്ന് മേടിക്കുന്ന തൊഴിലാളികൾ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്, ഉണ്ട്. അത് 10ഉം 15ഉം 10, 20 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇത് മേടിക്കുക. അതായത് ഇന്ന് ജോലിക്ക് കയറുന്നവൻ 10 വർഷം 15 വർഷം വെയിറ്റ് ചെയ്യണം 40,000 രൂപ കിട്ടാനായിട്ട്. അത് 15 വർഷം കഴിഞ്ഞ് കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന നിലയിലേക്ക് നഴ്സുമാരുടെ ചുറ്റുപാടുകൾ മാറണം, അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ മാറണം. അവരെ ആശ്രയിക്കുന്ന കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളുടെ നിലനിൽപ്പ് നോക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളവരാണ് അവർ. അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇതൊരു സ്ഥാപനത്തിന് മുമ്പിലോ ഒരു ഹോസ്പിറ്റലിന് മുമ്പിലോ മാത്രം നടത്തുന്ന സമരമല്ല. ഇത് നമ്മൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരമാണ്. ഇത് അന്യായമാണ് എന്ന് ഇവർ പറയുമ്പോൾ പോലും ഈ അന്യായത്തെ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മാനേജ്മെന്റിന് തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഇവരെ വാദിക്കുന്ന അന്യായത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നഴ്സുമാർക്ക് ഈ പറയുന്ന തരത്തിലേക്ക് ശമ്പളം കൊടുക്കുവാൻ ഏകദേശം 300 സംതിങ് 1400 ഹോസ്പിറ്റലിനടുത്ത് ഈ കഴിഞ്ഞ കാലലോകത്തിന് തയ്യാറായി. അപ്പൊ അത് ബാക്കിയുള്ളവർ ഉൾക്കൊള്ളാതെ ആ സമരത്തെ അടിച്ചമർത്തി ആ മുന്നേറ്റത്തെ അടിച്ചമർത്താം എന്നുള്ള ശ്രമവും അതിന് പുറകിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിൽ സെറ്റിൽമെന്റ് ഉണ്ടാകാതെയും ഇത് അന്യായമാണെന്ന് പറയുകയും ഇവർ കോടതി പോവുകയും ചെയ്യാം. നമുക്കറിയാം എല്ലാ കാലവും ഈ മാനേജ്മെന്റ് പറയുന്നത് എന്താ, ഗവൺമെന്റ് എത്ര പ്രഖ്യാപിച്ചാലും എന്ന് പ്രഖ്യാപിച്ചാലും കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറയാ. ഇതെല്ലാ കൊല്ലവും ഇവർ പറയുകയും ചെയ്യും. ഒരു ഗവൺമെന്റ് കരട് ഇറങ്ങുമ്പോൾ പോലും ആ കരടിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പോവുകയും ചെയ്യും. ഒരു മിനിമം വേജസ് മാന്യമായിട്ട് ഇറക്കാൻ സമ്മതിക്കുന്നില്ല. നോക്കുക, ഇതുവരെയുള്ള എല്ലാ മിനിമം വേജസുകൾക്കും ഒരു സ്റ്റേ മേടിച്ചു വെച്ചിരിക്കുകയാണ്. മിനിമം വേജസിനല്ല, അവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് കൊടുത്തില്ലെങ്കിൽ പോലും നടപടി എടുക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള സ്റ്റേകളൊക്കെയാണ് മേടിച്ചു വെച്ചിരിക്കുക. അപ്പൊ അത്തരത്തിൽ പറയുകയും പ്രവൃത്തി വേറൊന്നുമുള്ള ഒരു പശ്ചാത്തലമാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്തു തന്നെ ആയാലും ഈ നാട്ടിൽ മാന്യമായി ജീവിക്കുവാനുള്ള ഒരു അവസരം നഴ്സുമാർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന്റെ പുറത്ത് നടക്കുന്ന സമരമാണിത്. അപ്പൊ അതിലേക്ക് മറ്റു കാര്യങ്ങൾ വലിച്ചിഴക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.
പുതിയ ജീവനക്കാരെ നിയമിക്കുമെന്ന് തുടങ്ങിയ വാക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലാണ് അവരുടെ സംസാരം മുന്നോട്ട് വരുന്നത്. പുതിയ ജീവനക്കാരിലേക്ക് എത്തും. കാരണം എന്ന് വെച്ചാൽ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനാണെങ്കിലും ഈ ഡയാലിസിസ് തുടങ്ങിയ പേഷ്യൻസിനാണെങ്കിലും അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നഴ്സ് അസോസിയേഷൻ്റെ സമരം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും ഒരു സമരം ഉണ്ടാകുമ്പോൾ, സമരത്തിന്റെ അറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ, സമരം ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവർ ചർച്ച ചെയ്തതിലൂടെ അത് പരിഹരിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അതിന് ഡിഫെൻഡ് ചെയ്യാനാണെങ്കിൽ ആ രോഗികളെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റാനുള്ള അവസരങ്ങളും കാര്യങ്ങളും അങ്ങനെ ചെയ്യണം. അതല്ലാതെ അത് ചെയ്യാതെ അവർ അതിനെ ടേക്കപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ചെയ്തിട്ട് അത് നഴ്സുമാരുടെ തലയിലേക്ക് വെക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നിലപാടല്ല. സർക്കാർ അതിൽ ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തീർച്ചയായും സർക്കാർ ഇടപെടണം. ഇത്രയും വലിയൊരു വ്യാപകമായ ഒരു സമരം ഒരു സമൂഹത്തിൽ നടക്കുമ്പോൾ അതിൽ സർക്കാർ ഇടപെടാനുള്ള ബാധ്യത സർക്കാരിനുള്ളതാണ്. സർക്കാർ ഇടപെടുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ നഴ്സുമാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്ന അടിസ്ഥാന സൗകര്യം രൂപപ്പെടുത്തി കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എത്ര ദിവസമാണ് ഇതുമായി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഒരു തീരുമാനം? ഒരു സമരം ഇത്ര ദിവസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നടത്താൻ പറ്റില്ല. ഇതിനു മുമ്പ് നമ്മൾ നടത്തിയ സമരങ്ങൾ 100 ദിവസം നടത്തിയ സമരങ്ങളുണ്ട്. അതുപോലെ ഒരു വർഷത്തിനടുത്ത് നടത്തിയ സമരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സമരങ്ങൾക്ക് അവസാനം ഒരു വിജയം ഉണ്ടാവുക, നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, നമ്മുടെ ആ മാന്യമായ ആവശ്യങ്ങൾ, അല്ലാതെ വേറെ അധികമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ചോദിക്കുക. ആ മാന്യമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് എന്ന് വരെയാണ് അന്ന് വരെ സമരം ഉണ്ടാവും. ശരി, എന്തായാലും ഇത്തരത്തിലുള്ള സമരം മുന്നോട്ട് പോകുമ്പോൾ രോഗികളെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. എന്നാലും ശക്തമായി തന്നെ സമരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് UNA അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്.